ഹായ്, ഇന്നത്തെ വീഡിയോ പാലക്കൻതട്ടിലേക്കുള്ള ഒരു ചെറിയ ട്രാവൽ വ്ളോഗാണ്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാൻ വേണ്ടി ഇൻട്രോ ഒക്കെ ഷൂട്ട് ചെയ്ത് നമ്മൾ യാത്ര തുടങ്ങാൻ പോയി. അപ്പോഴാണ് ഷിഫ പറയുന്നത് ഞാൻ സൈക്കിൾ പഠിച്ചു, എൻ്റെ വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ അതും കൂടി വീഡിയോ എടുത്ത് നമ്മൾ യാത്ര പുറപ്പെടാമെന്ന് കരുതി. ഇവൾ സ്വയം പഠിച്ചതാണ്, ആരും ഹെൽപ്പ് ചെയ്യാതെ സ്വയം പഠിച്ചെടുത്തതാണ് ഈ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി. ഒരുപാട് ഒറ്റയ്ക്ക് ട്രൈ ചെയ്തു. അങ്ങനെ ട്രൈ ചെയ്ത് അവസാനം കുറച്ചെങ്കിലും പഠിച്ചു. ട്രൈ ചെയ്താൽ എന്തും കിട്ടുമെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണം ഷിഫയിൽ നിന്ന് മനസ്സിലാക്കി. അവിടെ നിന്നും അധികം സമയം കളയാതെ യാത്ര തുടങ്ങേണ്ടതുണ്ട്. ഏകദേശം 4 മണിയായിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ആബിദുമാണുള്ളത്. ആബിദിനെ പരിചയപ്പെടുത്താം. ആബിദ് എൻ്റെ ജ്യേഷ്ഠനാണ്. അങ്ങനെ അവനെയും കൂട്ടി ഭൂതപ്പാറയിൽ നിന്നും നമ്മൾ യാത്ര തുടങ്ങാൻ വേണ്ടി തയ്യാറെടുത്തു. അവനൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും 5 മണിയായിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും 1 മണിക്കൂർ യാത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നീട് അവനെയും കൂട്ടി നമ്മൾ യാത്ര പുറപ്പെട്ടു. പെട്രോൾ കുറവായതുകൊണ്ട് തന്നെ അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നും 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. അവിടെ നിന്നും യാത്ര വൈകിപ്പിക്കാതെ നമ്മൾ മുന്നോട്ടേക്ക് പോയി. വളവട്ടണം എത്തുമ്പോഴേക്കും മഴക്കുള്ള എല്ലാ കോളും ഉണ്ടായിരുന്നു. കാരണം ആകാശത്ത് കാർമേഘങ്ങളാൽ മൂടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ചെറിയ തോതിൽ ഇടിയും മിന്നുമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ യാത്ര തുടർന്നു. ഏകദേശം കല്യാശ്ശേരി എത്തിയപ്പോഴേക്കും നമ്മൾക്ക് മനസ്സിലായി ഈ യാത്ര മുന്നോട്ട് പോയാൽ നമ്മൾ എന്തായാലും വഴിയിലാകുമെന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ മുന്നോട്ട് ചിന്തിക്കാതെ നമ്മൾ നേരെ പാലക്കൻതട്ടിലേക്ക് പോകുന്നത് ക്യാൻസൽ ചെയ്ത് പാപ്പിനിശ്ശേരിയിൽ നിന്നും ചായ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. പാപ്പിനിശ്ശേരിയിലെ 3 പറ്റുമ പള്ളീൻ്റെ അടുക്കൽ നിന്നും ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറി ചായ കുടിക്കാമെന്നാണ് കരുതിയത്. ചായ ഓർഡർ ചെയ്ത് നിമിഷങ്ങൾക്കകം നല്ല മഴ പെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല നല്ല കാറ്റുമുണ്ടായിരുന്നു. പാപ്പിനിശ്ശേരി പാലത്തിൻ്റെ അടുക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ചായയും കടിയൊക്കെ തിന്ന് പിന്നീട് അവിടെ അരമണിക്കൂറോളം നമ്മൾ നിന്നു. പിന്നീട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഏകദേശം എൻ്റെ വെക്കേഷൻ തീരാറായി. മുൻപ് 2 തവണ പാലക്കൻതട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ അതിയായി ആഗ്രഹിച്ചു. പിന്നീട് അതൊന്നും നോക്കാതെ നമ്മൾ യാത്ര പിന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് കുറച്ച് ബേക്കറി വാങ്ങുവാൻ അടുത്തുള്ള ബേക്കറിയിൽ കയറി. അവിടെ നിന്നും ബേക്കറി വാങ്ങി. പിന്നീട് ഡിസ്പ്ലേയിൽ ഒരു കേക്ക് കണ്ടപ്പോൾ അതും കൂടി അങ്ങ് വാങ്ങി. വീട്ടിൽ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ അവർക്ക് നല്ല ഇഷ്ടമാണ് കേക്ക്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാങ്ങിയതും. ഒച്ചപ്പാടം നാക്കാനില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പാടി നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവരുന്നത് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.